അങ്ങനെ നമ്മുടെ ഡേ 3 നമ്മളിവിടെ എത്തി. നമ്മുടെ ഇന്ന് ഇപ്പൊ മാൽപ്പയിലാണ് നമ്മൾ നിൽക്കണേ. മാൽപ്പയില് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സെന്റ് മേരീസ് ഐലൻഡ് ആണ്. അതാ നോക്കൂ, അവിടെ ഒരു ഐലൻഡ് കാണുന്നുള്ളേ, അതാണ് നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡ്. അപ്പൊ അവിടേക്കാണ് നമ്മുടെ പോക്ക്. നമ്മുടെ സ്റ്റേ വൺ ക്ലോസ് ആയിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ അത് നോക്കി എടുത്തേ. കരകര ഇത് അവിടെയാണ് നമ്മുടെ സ്റ്റേ എന്നെങ്കിൽ ഇവിടെ ബീച്ച് എത്തി. ബീച്ചിൽ കാല് കുത്തി ഇത് അവിടെയാണ് നമ്മുടെ ബോട്ട് പോണേ. അങ്ങോട്ട് 10 minutes നടക്കുക, ബോട്ട് കയറാ, സെന്റ് മേരീസ് ഐലൻഡ് പോവാ. അപ്പൊ പോയല്ലേ, എന്താ രസം ബീച്ച്. നമുക്ക് നല്ല ഭാഗ്യമുണ്ട്, നമ്മൾ കറക്റ്റ് ഇവിടെ എത്തി, ടിക്കറ്റ് എടുത്തു, ബോട്ട് അവിടെ റെഡിയാണ്, ആൾക്കാർ കയറി തുടങ്ങി. നമ്മള് പോവാണ്, ബോട്ടിൽ കയറി നേരെ സെന്റ് മേരീസ് ഐലൻഡ്. ഒന്നും കേൾക്കാൻ പറ്റില്ല, ഒച്ചയാ. Okay. ക്ലാരിറ്റി നമ്മുടെ ഇന്ത്യയിൽ ഒരു മാൽദീവ്സ് ഉണ്ടെങ്കിൽ അത് ഇതാ. ആ ഒരു വെള്ളത്തിന്റെ ഒരു ക്വാളിറ്റിയും ലൈക്ക് ആ ക്ലാരിറ്റി, ആ കളറൊക്കെ ഒന്ന് നോക്കിയേ, കരീബിയൻ പോലെ ഇല്ലേ എന്റെ പൊന്നു. വൺ ക്ലീൻ ആൻഡ് സൂപ്പർ സ്ഥലമാണ്. ഗസ് ചെയ്യാലോ, സെന്റ് മേരീസ് ഐലൻഡിലോട്ടാണല്ലോ നമ്മൾ പോകുന്നത്. എന്താ രസല്ലേ. ഷോർട്ട് റൈഡ് ആയിരുന്നു, 20 minutes ആയിരുന്നു ബോട്ടിൽ. 20 minutes നമ്മൾ ബോട്ടിൽ വന്നു, ഇറങ്ങി. ഇത് ഫ്രണ്ടാണ്. ഇനി നമ്മളൊരു എൻട്രൻസ് ഗേറ്റിൽ കൂടെ പോയിട്ടാണ് മെയിൻ ബീച്ചിലോട്ട് പോണേ. ഇവിടെ തന്നെ പോവാൻ തോന്നില്ല. ഇനി ബാൾട്ടിക് റോക്ക് ഫോർമേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ദേ അവിടെ ജസ്റ്റ് നോക്കിയേ, അവിടേക്കൊക്കെ നമുക്കൊന്ന് പോയി റോക്കൊക്കെ കാണണ്ടേ ഗൈസ്. Oh my God, I'm very excited, I'm so happy. ഞാനിവിടെ ബാച്ചിലേഴ്സിൽ ട്രിപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങടെ വന്നത്. പക്ഷെ എന്താ രസം. എങ്ങനെയുണ്ട് ജോസഫേ? നമുക്കിവിടെ ക്യാമറാസ് അലൗഡ് അല്ല, നമുക്ക് ക്യാമറാസിന് റെസിപ്റ്റ് വേണം. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ ഒരു 10 minutes കഴിയുമ്പോൾ ആരോ വരും. അപ്പോൾ ക്യാമറയ്ക്കുള്ള റെസിപ്റ്റ് നമ്മൾ 250 കൊടുത്ത് മേടിക്കണം. നമ്മുടെ കയ്യിൽ ഗോപ്രോ ഉള്ള കാരണം അത് മേടിച്ചിട്ട് വേണം കയറി പോകാൻ. മൊബൈൽ ക്യാമറ ഈസ് ഓക്കെ. നാട്ടിലെ ട്രിപ്പ് അടിക്കുമ്പോൾ കരിയും റിജോസാണ് നമ്മുടെ സേവിയേഴ്സ്. അയ്യോ, ഇവിടെ അടച്ചു ഗൈസ്. ഞാൻ ബാച്ചിലേഴ്സിന് ഇവിടെ വന്നു പറഞ്ഞില്ല, അപ്പോൾ വന്നപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരുന്നു. നമുക്ക് താഴേക്ക് ബീച്ചിലേക്ക് പോയി അവിടെ കുളിക്കുക. ഞങ്ങൾ അതന്നെ അടിയിൽ സ്വിംസ്യൂട്ട് ഒക്കെ ഇട്ട് വന്നേക്കാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് അടച്ചല്ലോ. കാര്യം ബീച്ച് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്, ആൾക്കാരൊന്നും ഇറങ്ങാത്ത കാരണം. പക്ഷെ ഇവിടെ പ്ലാസ്റ്റിക് നമുക്ക് ഇവിടെ ബാൻഡാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊന്നും നമുക്ക് അവിടെ നിന്ന് കടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ എപ്പോഴും ക്ലീൻ ആണ്. അപ്പം ഇങ്ങനെ അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി അപ്പുറത്ത് കൂടെ പോയി നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഫ്രണ്ടിലാണ് നമുക്ക് കുളിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ. എൻ്റെ ബാക്കിൽ കാണുന്ന ബസാൾട്ടിക് റോക്ക് ഫോർമേഷൻ എന്താണെന്നറിയോ? 8.5 കോടി വർഷം മുന്നേ വോൾക്കാനോ ഇവിടെ ഇറപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന ലാവ ഇങ്ങനെ ഹെക്സഗണൽ ഷേപ്പിൽ ഉരുകി തണുത്തിരിക്കുന്ന ഫോർമേഷൻസ് ആണ്. ഇത് ഭയങ്കര റെയറാണ് ഇന്ത്യയിൽ. ഇത് അതുകൊണ്ട് തന്നെ ഒരു നാഷണൽ ജിയോഗ്രഫിക്കൽ മോണുമെൻ്റ് ആക്കിയേക്കാണ്. അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഇവിടെ റെസ്ട്രിക്ഷൻസ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ നമ്മളവിടെ കയറി നിരങ്ങി നടന്ന് അത് പൊട്ടിത്തെറിച്ച് ചിപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിനെ രക്ഷിക്കാനും അവിടെ നിന്ന് ഇറോഷൻ വന്നിട്ട് വിസിറ്റേഴ്സ്, അതായത് ടൂറിസ്റ്റിന് പ്രശ്നമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്തതെന്ന് ഞാൻ വായിച്ചേട്ടോ. ഞാനിവിടെ ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വരേണ്ടി വന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിപ്പോയി വെള്ളത്തിൽ ചാടി. അങ്ങനെ ചാടാൻ വേണ്ടി വന്നതാ. അപ്പം അതെ, നോ എൻട്രി, സമ്മതിക്കില്ല. പിന്നെ വെയിലത്തിരുന്ന് ഞാനിങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണിന് എന്താ പ്രാന്താണോ ഈ നട്ടുച്ചയ്ക്ക് ഇരുന്ന് ഊഞ്ഞാലാടാന്ന്. പക്ഷെ നമ്മൾ ഈ ഇന്ത്യ ട്രിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞിരുന്നു നമ്മൾ വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞുണ്ണികളായിട്ടാണ് തിരിച്ചു വരാൻ പോണേന്ന്. അതുകൊണ്ട് ഇതൊരു സീനല്ല. പിന്നെ ടാനൊക്കെ ഇപ്പം നമ്മുടെ യൂറോപ്പിലുണ്ടല്ലോ വൻ ഹൈപ്പാണ്. നമ്മൾ ടാൻ അടിച്ച് കറുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൈ വെച്ച് കമ്പയർ ചെയ്യും. ഓ നിന്റെ ടാൻ നോക്കി എനിക്ക് ഈ കളറാവണമെന്ന്. അപ്പം നമുക്ക് ടാനൊക്കെ അടിച്ച് തിരിച്ചു പോകാല്ലേ. പണ്ട് ജോസഫ് ഇങ്ങനെ ബാഗൊക്കെ ഇട്ടിട്ട് സ്നോയിൽ സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോഴാണ് എന്തൊക്കെയോ ബാഗിൽ നിന്ന് പോയത്. അതറിയാൻ ഞാൻ പറയായിരുന്നു, ആടുമ്പോൾ സൂക്ഷിച്ചാടിക്കോളെ.
നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കാലിടാൻ കിട്ടി. എന്ത് രസാന്ന് അറിയാം. ഇവിടെ കുളിക്കാൻ ഭയങ്കര ടെമ്പറേച്ചറാ, പക്ഷെ സ്വിമ്മിങ് ബാൻഡ് ഇറങ്ങാൻ പറ്റില്ല. എന്ത് രസാ. ക്ലാരിറ്റി നോക്കി. സെന്റ് മേരീസ് ഐലൻഡിൽ ഒരു മത്സ്യകന്യകന്റെ ഡെഡ് ബോഡി അടിഞ്ഞിരിക്കുന്നു. ഒരു മത്സ്യകന്യകൻ സെന്റ് മേരീസ് ഐലൻഡിൽ അടിഞ്ഞു കിടക്കുന്നു ഗൈസ്. ഇവിടെ പ്ലാസ്റ്റിക് ബാൻഡാണ്. എന്നിട്ട് ഇവിടെ നിന്ന് മേടിച്ച് കുപ്പി കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർ ഇട്ടേക്കാം. എനിക്കാണെങ്കിൽ നാട്ടിൽ പോലും കുപ്പി ഇടുന്നവരെ എനിക്ക് തല്ലി കൊല്ലാൻ തോന്നും. എന്നിട്ട് ഇവിടെ ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ടാണ്. ഇവിടെ ബീച്ച് ഫുൾ ഇങ്ങനെ കക്കകളാട്ടോ. അത് എന്തൊരു ബ്യൂട്ടിഫുൾ സാധനങ്ങളാന്ന് നോക്കി. എല്ലാം ഭയങ്കര ഭംഗിയാണ്. എനിക്ക് എല്ലായിടത്തും വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. ഇത് ജെ ഫോർ ജോസഫ് അതെടുത്താലോ തമ്പി? അത് മാലയാക്കാലോ. അയ്യോ ഇത് ഞങ്ങൾ എടുക്കാട്ടോ. ഒരെണ്ണം എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ആക്ച്വലി ഇവിടെ ഓ മൈ ഗോഡ് ഓത്തബി എനിക്കൊരു ഡി എടുത്തന്നേ. പാരാസൈലിങ്ങിന് പോവാ. പാരാസൈലിങ്ങിന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ബിക്കോസ് എങ്ങനെയായിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഇല്ലല്ലോ. പേടിയാവോ? എനിക്കെന്നെ ഹൈറ്റ് പേടിയാ. തിരിച്ചോടാൻ പറ്റുമോ? പേടി ഉണ്ടോ? അത് സത്യായിട്ടും അയ്യോ ഇത് വേറെ പിരിയുടെ പാട്ടാണല്ലോ. അയ്യോ ഞാൻ പറഞ്ഞതാ രണ്ടാളും കൂടി പോവാന്ന്. അപ്പൊ ഒറ്റയ്ക്ക് പോവാൻ ഈ മനുഷ്യൻ പോവോ? അയ്യോ അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടുപോന്നേ. അമ്മ എന്തിനു വലുതാ, എന്തിനു വലുതാ. തമ്മി പോണെങ്കിൽ പേടിയാണ്. കർത്താവ് വിശ്വം വിഷയ അവസ്ഥയിട്ടത്. അയ്യോ ഞാനിത് ഇങ്ങോട്ട് കേറണ്ടേ. I'm ready for this. Oh my god.
ക്യാമറ ഇടിച്ചേ ഞാൻ പേടിക്കാൻ അറിയില്ലായിരുന്നു. പെട്ടെന്ന് തോർന്നു ഒരുമിച്ച് ചെയ്തു. ഇപ്പൊ തൃപ്തിയായി. ആദ്യം പോയപ്പോ പെട്ടെന്ന് ഇറക്കിയ പോലെ തോന്നി. ഇപ്പൊ ഞങ്ങൾ വീണ്ടും രണ്ടുപേര് ചെയ്തു. ആന്തരം ഒന്നും ഇല്ല കേട്ടോ, പേടിയുള്ളവർക്കൊക്കെ പോവാം. ആന്തരം ഒന്നും ഇല്ല, പേടിയാവില്ല. ആന്തരം ഒന്നും ഇല്ല, നമുക്ക് പേടിയാവില്ല. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേടിയുള്ളവർക്കൊക്കെ പോവാം. ലൈക്ക് ഹൈറ്റ് പേടിയുള്ളവർക്കും ബഞ്ചി ജമ്പിങ് അങ്ങനത്തെ ഒക്കെ പേടിയുള്ളവർക്കൊക്കെ പോവാം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് സ്കെയറി. വേസ്റ്റ് കിടക്കണ കാണുമ്പോൾ വിഷമാവാണ് ഗൈസ്. ബിക്കോസ് എന്തൊരു ബ്യൂട്ടിഫുൾ ബീച്ചസ് നമുക്ക് ഇന്ത്യയിലൊക്കെ ഉള്ളത്. എന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ വേസ്റ്റ് ഇട്ടേക്കാ. കഷ്ടമുണ്ട്. എന്നാണ് ഈ ആൾക്കാർക്കൊക്കെ സിവിക് സെൻസ് വരാൻ? ഇനി നമ്മുടെ ജനറേഷനെങ്കിലും ഒന്ന് നന്നായാൽ മതിയായിരുന്നു എല്ലാരും. നമ്മൾ ഇങ്ങോട്ട് നടന്നു പോയപ്പോ നല്ല വഴിയൊക്കെ ഉണ്ടായി. തിരിച്ചു വന്നപ്പോ വഴി ക്ലോസ് ആയി ഗൈസ്. തീരെ കയറി വെള്ളം. പക്ഷെ ഇപ്പോഴും വാക്ക് ചെയ്യാം. സോ നമുക്ക് പോയി നോക്കാം. മീൻ വലിക്കാണ് അവര്. അപ്പൊ എന്തെങ്കിലും കിട്ടുമോ നോക്കാട്ടാ. നമുക്ക് ഹെൽപ്പ് വേണോന്ന് ചോദിച്ചു നോക്കാം. ഹെൽപ്പ് കർ സത്തെ സത്തെ ഹിന്ദി മാറണേ. ഞങ്ങളിത് ഫിഷ് എത്തിന്ന് വിചാരിച്ച് വന്നതാട്ടോ. ഇതിൽ ഇവിടെ നിന്ന് ഇടണ ഓരോ വേസ്റ്റുകളും കുടുങ്ങിയേക്കാം. ഇനി എല്ലാ വേസ്റ്റും ഇവര് ഇത് മാറ്റണം. ഓരോ പ്രാവശ്യം അറിയണ പൊക്കി പൊക്കി നോക്കാം. കിട്ടണത് മൊത്തം വേസ്റ്റാ. എനിക്ക് പാകം തോന്നുന്നു. അല്ല ഇവിടെ വൃത്തിയാക്കിക്കൂടെ? ഈ മനുഷ്യന്മാര് മൊത്തം ഈ ബീച്ചിൽ വന്നിങ്ങനെ വേസ്റ്റ് ഇടുമ്പോ എന്താ? ആരും വേസ്റ്റ് ഇടരുത്. ഇത് കാണുന്ന ആരും എവിടെയും പോയി വേസ്റ്റ് ഇടരുത്. ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഒരു കൂട്ടരുണ്ട്, അപ്പുറത്തൊരു കൂട്ടരുണ്ട്. അപ്പൊ ഒരു സി ഷേപ്പിലൊരു വലിയ വലയാണ് അതിന്റെ അകത്തേക്ക് വലിച്ചെടുക്കുന്നത് അല്ലേ എന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ട് വലിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ വല ഇപ്പൊ എത്തില്ല കേട്ടോ. നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. അതുപോലെ ഉണ്ടല്ലോ, ഇവര് രണ്ട് സെറ്റ് ആയിട്ട് നിന്ന് വലിച്ചവര് തമ്മിലേക്ക് നടക്കണുണ്ടായിരുന്നു. ഈ സൈഡിലുള്ളവരും ആ സൈഡിലുള്ളവരും ഇങ്ങനെ ക്ലോസ് ആയിട്ട് നടന്ന് ഇപ്പൊ എല്ലാ മീനിനെ നടുക്കേക്ക് കൊണ്ടുവരാ ആയിരുന്നു അവര് ഫസ്റ്റ്. അവിടെ ഇപ്പൊ പാടാൻ പറ്റിയ പാട്ട് ഗൈസ്. മീൻ ചാടണം അതും ചാള ഉണ്ടോ നോക്കാം. ഗൈസ് മീൻ വരുന്നു ഗൈസ്. മീനെ കണ്ട മീനേക്കാളും വേസ്റ്റ് ആണ്. എന്നാലും മീനുണ്ട്. അവിടെ പിടിക്കുന്നുണ്ട് കണ്ട. അടുത്ത് പോയാണ്. നീ അത് പുറത്തെടുക്കണം. ഇച്ചിരി മീനാണ്. അയ്യോ ഒരു പിടിക്കാൻ നോക്കണം. വെള്ളം മീൻ വെള്ളം. അയ്യോ നമ്മുടെ അക്വേറിയത്തിത്തെ മീൻ നോക്കേ. അക്വേറിയത്തിലുള്ള പോലെ അല്ലേ?
അത് മണ്ണിപ്പൊക്കം ചെറുപ്പം അങ്ങനെ അങ്ങനെ നമ്മുടെ മേൽപ്പേ യാത്രയിലെ സെനിമേരി ചാലഞ്ച് ഇവിടെ അവസാനിച്ചു. ഡേ 3 ഡൺ. ഇനി ഡേ 4 ഇനി ഫുഡ് അടിക്കുക, ബീച്ച് എൻജോയ് ചെയ്യാ, റിലാക്സ് ചെയ്യാ. നാളെ അടുത്ത സ്ഥലം.